പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചിട്ട സംഭവത്തിൽ ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ്, മറ്റൊരു കുട്ടി പ്രസവത്തോടെ മരിച്ചുവെന്നും അമ്മയുടെ മൊഴി. അവിവാഹിതരായ യുവാവും യുവതിയും കസ്റ്റഡിയിൽ. പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറിയത് നാടകീയ സംഭവങ്ങൾ. നവജാത ശിശുക്കളുടെ അസ്ഥിയുമായി യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തിയത് മദ്യലഹരിയിൽ. ശാസ്ത്രീയ രീതിയിൽ അന്വേഷണം തുടർന്ന് പോലീസ്. സ്കൂളുകളിൽ സുംബ ഡാൻസ് വേണ്ട എന്ന് പറയുന്ന മതപണ്ഡിതന്മാർക്ക് മുന്നിൽ നാട് വഴങ്ങില്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ. സുംബയല്ല പ്രശ്നമെന്നും വിദ്യാർത്ഥികൾക്കിടയിൽ മയക്കുമരുന്നിനെതിരെ പോരാടുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി കെ രാജൻ. തൃശൂർ മെഡിക്കൽ കോളേജിലും ചികിത്സാ പ്രതിസന്ധി. പല വിഭാഗങ്ങളിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ല, രോഗികൾ വലയുന്നു. കുന്നംകുളത്ത് ട്രാഫിക് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരനെ ആക്രമിച്ചു. ആക്രമണം വൺവേ തെറ്റിച്ച് ചോദ്യം ചെയ്തതിനെ തുടർന്ന് സംഭവത്തിൽ കാർ ഡ്രൈവർ അറസ്റ്റിൽ. കേസന്വേഷണത്തിന് പോയ അന്തിക്കാട് പോലീസിന്റെ വാഹനം നടുറോഡിൽ പണിമുടക്കി. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളിൽ അന്വേഷണത്തിന് പോകുന്നതിൽ പോലീസിന് അതൃപ്തി. ആധുനികവൽക്കരിച്ച തൃശൂർ കൈരളി ശ്രീ തിയേറ്റർ ഉദ്ഘാടനത്തിനായി ഒരുങ്ങി. ചൊവ്വാഴ്ച മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും. തിയേറ്റർ നവീകരിച്ചത് 16 കോടി രൂപ ചിലവഴിച്ച്. നമസ്കാരം, TCV ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ആമ്പല്ലൂരിലും നൂലുവള്ളിയിലും നവജാത ശിശുക്കളെ കുഴിച്ചിട്ട സംഭവത്തിൽ ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ്. അവിവാഹിതരായ യുവതിയും യുവാവും കസ്റ്റഡിയിൽ. ആമ്പല്ലൂരിലും നൂലുവള്ളിയിലും നവജാത ശിശുക്കളെ കുഴിച്ചിട്ട സംഭവത്തിൽ രണ്ടാമത്തെ കുട്ടിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. ആദ്യ കുട്ടി ജനിച്ച ഉടൻ തന്നെ മരിച്ചിരുന്നതായി കുട്ടികളുടെ അമ്മ നൂലുവള്ളി സ്വദേശി അനീഷ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞു. രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച ഉടനെ കൊലപ്പെടുത്തി മൃതദേഹം സ്കൂട്ടറിൽ കുട്ടികളുടെ പിതാവായ ആമ്പല്ലൂർ സ്വദേശി ബവിന്റെ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചെന്നും അനീഷ മൊഴി നൽകി. കുട്ടികളുടെ അസ്ഥികളുമായി ആമ്പല്ലൂർ സ്വദേശിയായ ബവിൻ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തിയതിനെ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തായത്. 2021 ആദ്യ പ്രസവം. കുട്ടി പ്രസവത്തിൽ മരിച്ചു. മൃതദേഹം മറ്റാരും കാണാതെ അനീഷ സ്വന്തം വീട്ടുപറമ്പിൽ തന്നെ മറവ് ചെയ്തു. മൃതദേഹം അഴുകിയതോടെ ബവിന്റെ നിർദ്ദേശപ്രകാരം അസ്ഥികൾ വീട്ടിലെത്തിച്ചു നൽകി. പിന്നീട് 2024 രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചത്. യുവതിയുടെ വീട്ടിൽ മുറിക്കുള്ളിൽ വെച്ചായിരുന്നു പ്രസവം. കുഞ്ഞിനെ കൊലപ്പെടുത്തി മൃതദേഹവുമായി യുവതി സ്കൂട്ടറിൽ ബവിന്റെ വീട്ടിലെത്തി. ബവിന്റെ വീട്ടുവളപ്പിൽ മൃതദേഹം കുഴിച്ചിട്ടു. ഇരു മൃതദേഹങ്ങളിൽ നിന്നും അസ്ഥികൾ എടുത്ത് സൂക്ഷിച്ചത് ബവിനാണ്. ഈ വിവരം സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു. മരിച്ച കുട്ടികൾക്ക് അന്ത്യകർമ്മം ചെയ്യാനാണ് അസ്ഥി സൂക്ഷിച്ചതെന്ന് ബവിൻ അനീഷയും വിശ്വസിപ്പിച്ചു. അനീഷയുമായുള്ള ബന്ധം പിരിയേണ്ടി വന്നാൽ അസ്ഥികൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താം എന്നും പ്രതി കരുതിയിരുന്നു. അനീഷയും ബവിനും തമ്മിൽ 2020 മുതലാണ് അടുപ്പം ആരംഭിച്ചത്. പിന്നീട് ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു. ഇതിനിടയിലാണ് കുട്ടികൾ ജനിക്കുന്നത്. 2024 ഇരുവരും തമ്മിൽ അകന്നു. ഇതേ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കൊടുവിലാണ് ബവിൻ അസ്ഥിയുമായി സ്റ്റേഷനിൽ എത്തിയത്. TCV ന്യൂസ്, പുതുക്കാട്. നാടകീയ സംഭവങ്ങളാണ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറിയത്. നവജാത ശിശുക്കളുടെ അസ്ഥിയുമായി മദ്യലഹരിയിലാണ് യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തിയത്. കയ്യിൽ ബാഗുമായി ഒരു യുവാവ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്നപ്പോൾ പോലീസുകാർക്ക് ആദ്യം അസ്വാഭാവികത തോന്നിയില്ല. പേര് ബവിൻ എന്നാണെന്നും ബാഗിൽ നവജാത ശിശുക്കളുടെ അസ്ഥിയാണെന്നും പറഞ്ഞപ്പോൾ സ്റ്റേഷനിലുള്ളവർ ഞെട്ടി. യുവാവ് മദ്യലഹരിയിലായതിനാൽ വിശദ പരിശോധനയ്ക്കായി പോലീസുകാർ ഉന്നത ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. റൂറൽ SP B കൃഷ്ണകുമാർ, ചാലക്കുടി DYSP ബിജുകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. പിന്നീടാണ് സംഭവങ്ങളുടെ ചുരുൾ അഴിഞ്ഞത്. ശനിയാഴ്ച രാത്രിയിൽ കാമുകിയായ അനീഷയെ ഫോണിൽ വിളിച്ചപ്പോൾ എൻഗേജ്ഡ് ആയിരുന്നതാണ് ബവിന് പ്രകോപനമായത്. മദ്യലഹരിയിലായിരുന്ന ബവിൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന അസ്ഥി ബാഗിലാക്കി സ്റ്റേഷനിലെത്തുകയായിരുന്നു. ബവിന്റെ മൊഴിയുടെ നിജസ്ഥിതി അറിയാൻ പോലീസ് ഫോറൻസിക് സയന്റിഫിക് വിദഗ്ധരുടെ സഹായം തേടി. തുടർന്ന് അസ്ഥികൾ 2 കുഞ്ഞുങ്ങളുടെ ശരീരഭാഗങ്ങളാണെന്ന് സ്ഥിരീകരിച്ചു. മരിച്ച കുഞ്ഞുങ്ങൾ തങ്ങളുടേതാണെന്ന് ഇരുവരും സമ്മതിക്കുന്നുണ്ടെങ്കിലും അസ്ഥിയുടെ ഭാഗങ്ങൾ DNA പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അനീഷയുടെ 2 പ്രസവങ്ങളെക്കുറിച്ചും വീട്ടുകാർക്ക് അറിവുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും പോലീസ് പറഞ്ഞു. TCV, പുതുക്കാട്. സ്കൂളുകളിൽ സുംബ ഡാൻസ് വേണ്ട എന്ന് പറയുന്ന മതപണ്ഡിതന്മാർക്ക് മുന്നിൽ നാട് വഴങ്ങില്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ഒല്ലൂർ MLA അവാർഡ് വിതരണ ചടങ്ങായ പ്രതിഭാസംഗമം വെള്ളാനിക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ.
സൂംബ വേണ്ട എന്ന് പറയുന്ന മതപണ്ഡിതന്റെ കയ്യിൽ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഉണ്ട്. സൂംബ കളിച്ചാൽ എന്താണ് പ്രശ്നമെന്നും അഭിപ്രായം പറയാം, എന്നാൽ അതിനപ്പുറം പറഞ്ഞാൽ പോയി പണി നോക്കാൻ മതപണ്ഡിതന്മാരോട് പറയുമെന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു. സൂംബ വിവാദത്തിൽ സർക്കാർ ശക്തമായി മുന്നോട്ടു പോകണമെന്നും മതപണ്ഡിതന്മാരുടെ അഭിപ്രായം അർഹിച്ച അവഗണനയോടെ തള്ളണമെന്നും സ്പീക്കർ പറഞ്ഞു. സൂംബ കളിക്കണോ വേണ്ടേ? ഞാൻ ഒരു കാര്യം അടിവരയിട്ടെന്ന് പറയുന്നു, മതപണ്ഡിതന്മാർക്ക് അഭിപ്രായം പറയാം, അതിനപ്പുറത്ത് മതപണ്ഡിതന്മാർ പറഞ്ഞാൽ പോയി വരെ പണി നോക്കുന്നു പറയും നമ്മൾ. ഞാൻ ഈ സദസ്സിന് മുമ്പാകെ ബഹുമാനപ്പെട്ട ശിവൻകുട്ടിയോട് പറയുന്നു, ശക്തമായി മുന്നോട്ട് പോകണം. ഒരു മതപണ്ഡിതന്റെയും ഫത്വയുടെ മുന്നിൽ കേരളം കീഴടങ്ങാൻ പാടില്ല. കേരളത്തിന് മതനിരപേക്ഷതയുണ്ട്. നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത്, നമ്മുടെ സ്കൂളിന്റെ പരിസരത്ത് കുട്ടികൾ വഴിമാറി സഞ്ചരിക്കുന്നു. പലതരത്തിലുള്ള അരാജക ശക്തികൾ അവർക്കിടയിൽ ഡ്രഗ്സ് കൊടുക്കുന്നു. കുട്ടികൾ അതിന് അടിമപ്പെടുന്നു. ആ കുട്ടികളെ റീറൂട്ട് ചെയ്യാൻ 2 മാർഗമാണ് സർക്കാർ കണ്ടെത്തിയത്. 1, സ്പോർട്സിലേക്ക് വഴിതിരിച്ചു വിടുക. 2, ആർട്സിലേക്ക് വിടുക. ആ സ്പോർട്സ് ആക്ടിവിറ്റീസിന്റെ ഭാഗമായി റിലാക്സേഷന് വേണ്ടി, റിലീഫിന് വേണ്ടി കുട്ടികളെ കൊണ്ട് സൂംബ കളിപ്പിക്കുമ്പോൾ ചിലർ വന്ന് പറയാ ഇവിടെ പറ്റില്ല. അതിനൊന്നും മുന്നിൽ ഈ നാട് വഴങ്ങാൻ പോകുന്നില്ല. മതപണ്ഡിതന്മാരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, പക്ഷെ എല്ലാത്തിനും അഭിപ്രായം പറയണ്ട. അഭിപ്രായം പറഞ്ഞു, പക്ഷെ അത് കേൾക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ പാടില്ല. ബഹുസ്വരതയുടെ നാട്ടിൽ മതപണ്ഡിതരുടെ അഭിപ്രായം പറയുമ്പം പക്വതയും പാകതയും കാണിക്കണം. പക്വതയും പാകതയും കാണിക്കാതെ അല്പജ്ഞാനം വെച്ച് ഇസ്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെ ഏറ്റവും പുരോഗമന വീക്ഷണമുള്ള മതമാണ്. ഒല്ലൂർ MLA-യും റവന്യൂ മന്ത്രിയുമായ അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു. സൂംബയാണോ ഭരതനാട്യമാണോ എന്നതല്ല പ്രശ്നമെന്നും വിദ്യാർത്ഥികൾക്കിടയിലുള്ള മയക്കുമരുന്നിനെതിരെ പോരാടുക എന്നതാണ് ലക്ഷ്യമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. നാം നടത്താൻ പോകുന്ന ഡാൻസിന്റെ പേര് സൂംബയാണോ ഭരതനാട്യമാണോ എന്നതല്ല പ്രശ്നം. നമ്മുടെ നാട് മയക്കുമരുന്നിനും അത് ഉയർത്തിപ്പിടിക്കുന്ന തീവ്രവാദ ചിന്തകൾക്കുമെതിരെ മനസ്സും ശരീരവും സജ്ജമാക്കുന്ന ഒരു തലമുറയെ ഉയർത്തിക്കൊണ്ടുവരണം. അതൊരു നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനിവാര്യതയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ മനുഷ്യരായി ചിന്തിക്കാനും ശാരീരികമായി മുന്നോട്ട് പോകാനും അവർക്ക് കഴിയും വിധം ഈ നാടിനെ മാറ്റുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസ ചിന്തകളെ പോകുന്നത്. മികച്ച വിജയം നേടിയ സ്കൂളുകളെയും പരീക്ഷകളിൽ മുഴുവൻ മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും ആദരിക്കലും IFS റാങ്ക് ജേതാവ് TS ശിശിരയെ അനുമോദിക്കലും ചടങ്ങിൽ നടന്നു. ചലച്ചിത്ര താരം മനോജ് K ജയൻ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ഗാനരചയിതാവ് BK ഹരിനാരായണൻ, ചലച്ചിത്ര താരം ജയരാജ് വാര്യർ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണക്ഷാമം മൂലം ശസ്ത്രക്രിയ മുടങ്ങിയത് സംബന്ധിച്ച ഡോക്ടറുടെ കുറിപ്പ് ചർച്ചയാകുമ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിലും ചികിത്സാ പ്രതിസന്ധിയെന്ന് റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് യൂറോളജി വിഭാഗത്തിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ചാണ് ഡോക്ടർ ഹാരിസ് ഹസൻ സമൂഹമാധ്യമത്തിൽ വെളിപ്പെടുത്തിയത്. തൃശൂരിലെ യൂറോളജി വിഭാഗത്തിലാകട്ടെ 1 വർഷമായി ആവശ്യത്തിന് ഡോക്ടർമാരില്ല. പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തെയും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് അലട്ടുന്നു. ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തിലാണ് പ്രതിസന്ധി രൂക്ഷം. 3 ആഴ്ചയായി ഇവിടെ ശസ്ത്രക്രിയ നിർത്തിവെച്ചിരിക്കുകയാണ്. ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകേണ്ട പെർഫ്യൂഷനിസ്റ്റിന് കാര്യക്ഷമത ഇല്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇതുമൂലം ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞ 9 മുതൽ നിർത്തിവെച്ചിരിക്കുകയാണ്. ചികിത്സ തേടിയെത്തുന്ന രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് ഡോക്ടർമാരും അനുബന്ധ ജീവനക്കാരും ഇല്ലാത്തതാണ് എല്ലാ ചികിത്സാ വിഭാഗങ്ങളുടെയും പ്രശ്നം. സ്ഥലം മാറി പോകുന്നവർക്ക് പകരം ആളുകളെ നിയമിക്കുന്നുമില്ല. അതിനു പകരം ശസ്ത്രക്രിയകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഹൗസ് സർജന്മാരുടെ അഭാവമാണ് മറ്റൊരു പ്രതിസന്ധി. 150ഓളം പേർ കാലാവധി പൂർത്തിയാക്കി 3 മാസത്തിനുള്ളിൽ ആശുപത്രി വിട്ടു. പകരം ബാച്ച് എത്താൻ 3 മാസമെടുക്കും. ഒഴിവുകൾ ഉടൻ നികത്തണമെന്നാവശ്യപ്പെട്ട് PG അസോസിയേഷൻ പ്രിൻസിപ്പലിന് നിവേദനം നൽകിയിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. കുന്നംകുളത്ത് ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ ആക്രമിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർ അറസ്റ്റിലായി. തൃത്താല സ്വദേശി നസറുദ്ദീനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം നഗരത്തിൽ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ ആക്രമിച്ചു. കുന്നംകുളം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ മഹേഷിനെയാണ് കാറിലെത്തിയ യുവാവ് ആക്രമിച്ചത്. കുന്നംകുളം പട്ടാമ്പി റോഡിൽ നിന്നും ഗുരുവായൂർ റോഡിലേക്ക് വൺവേ തെറ്റിച്ച കാറിനെ ഈ സമയം ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ തടയുകയായിരുന്നു. സംഭവത്തിൽ പ്രകോപിതനായ കാർ ഡ്രൈവർ തൃത്താല സ്വദേശി നസറുദ്ദീൻ പോലീസുകാരനെ ആക്രമിക്കുകയായിരുന്നു. അസഭ്യം വിളിച്ച പ്രതി പോലീസുകാരനെ അടിക്കുകയും റോഡിൽ തള്ളിയിടുകയും ചെയ്തു. മർദ്ദനത്തിനിരയായ പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റേഷനിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി കാർ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു. മർദ്ദനത്തിൽ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥൻ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. TCV ന്യൂസ്, കുന്നംകുളം. കേസന്വേഷണത്തിന് പോയ അന്തിക്കാട് പോലീസിന്റെ വാഹനം നടുറോഡിൽ പണിമുടക്കി. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളിൽ അന്വേഷണത്തിന് പോകുന്നതിൽ പോലീസിന് അതൃപ്തി.
പെരിങ്ങോട്ടുകര ഔട്ട്പോസ്റ്റിലെ വാഹനമാണ് തകർന്ന റോഡിലെ കുഴിയിൽ വീണ് പണിമുടക്കിയത്. ഡ്രൈവർ അടക്കം 3 പോലീസുകാരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. കേടായ വാഹനം പോലീസുകാർ സമീപത്തെ വീടിന്റെ മുറ്റത്തേക്ക് കയറ്റിയിട്ടു. തുടർന്ന് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് മറ്റൊരു വാഹനം എത്തിച്ചാണ് തിരികെ മടങ്ങിയത്. കാലപ്പഴക്കം ചെന്നതിനാൽ കൺട്രോൾ റൂമിൽ നിന്നും കണ്ടം തള്ളിയ വാഹനമാണ് പെരിങ്ങോട്ടുകര ഔട്ട്പോസ്റ്റിലേക്ക് നൽകിയതെന്ന ആക്ഷേപമുണ്ട്. ഈ വാഹനം 3 മാസം മുൻപും ഇതേപോലെ കേടുവന്ന് വഴിയിൽ കിടന്നിട്ടുള്ളതായി പറയുന്നു. കുറ്റകൃത്യങ്ങൾ ഒട്ടനവധി നടക്കുന്ന താന്യം, ചാഴൂർ പഞ്ചായത്തുകൾക്ക് ആശ്രയമാണ് പെരിങ്ങോട്ടുകരയിലെ ഔട്ട്പോസ്റ്റ്. പരാതി വിളിച്ചു പറഞ്ഞാൽ വാഹനമില്ലെന്ന മറുപടിയാണ് പലപ്പോഴും ലഭിക്കാറെന്ന ആരോപണമുണ്ട്. ഔട്ട്പോസ്റ്റിലും അന്തിക്കാട് സ്റ്റേഷനിലും വേണ്ടത്ര പോലീസുകാരില്ലാത്തതും വലിയ വിഷയമാണ്. കഴിഞ്ഞ മാസം റവന്യൂ മന്ത്രി കെ രാജൻ എസ്കോട്ട് പോയ അന്തിക്കാട് എസ്ഐയുടെ ജീപ്പ് കേടുവന്ന് വഴിയിൽ കിടന്ന് മന്ത്രിയുടെ യാത്രയ്ക്ക് തടസ്സം നേരിട്ടിരുന്നു. പോലീസുകാർ ചേർന്ന് തള്ളിമാറ്റിയാണ് മന്ത്രിക്ക് മുന്നോട്ടു പോകാനായത്. TCV ന്യൂസ്, തൃപ്രയാർ. ആധുനികവൽക്കരിച്ച തൃശൂർ കൈരളി ശ്രീ തിയേറ്റർ ഉദ്ഘാടനത്തിനായി ഒരുങ്ങി. ജൂലൈ 1 രാവിലെ 11 മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും. തിയേറ്ററിന്റെ ആധുനികവൽക്കരണത്തിനായി 16 കോടി രൂപയാണ് ചിലവഴിച്ചിരിക്കുന്നത്. ഭിന്നശേഷി സൌഹൃദമായ രീതിയിലാണ് തിയേറ്റർ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് KFDC മാനേജിംഗ് ഡയറക്ടർ PS പ്രിയദർശനൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സാംസ്കാരിക മേഖലയെ കൂടുതൽ അടയാളപ്പെടുത്തുന്നതിനും സർഗാത്മകമാക്കി മാറ്റുന്നതിനും ഈ കൈരളി ശ്രീ തിയേറ്റർ സഹായകരമായി മാറും. അത് ഇത്ര കോടി രൂപ ചെലവഴിച്ച് 16 കോടി രൂപയോളം ചെലവഴിച്ച് സർക്കാർ പ്ലാൻ ഫണ്ടിൽ നിന്ന് തന്നെയാണ് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അത് ഈ തൃശ്ശൂർ നഗരത്തിനും തൃശ്ശൂരിലെ എല്ലാ സാമാന്യ ജനങ്ങൾക്കും, എല്ലാ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും, എല്ലാ സാമാന്യ ജനങ്ങൾക്കും വേണ്ടി തുറന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ശരാശരി 850-860 സീറ്റ് നമുക്കതിനകത്ത് ക്രമീകരിച്ച് ചെയ്യുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ തിയേറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി എടുത്തു കാണിക്കാൻ പറ്റുന്നത്. 4K ലേസർ പ്രൊജക്ഷൻ, ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം, പുഷ്ബാക്ക് സീറ്റുകൾ തുടങ്ങി മികച്ച സൌകര്യങ്ങളാണ് നവീകരിച്ച തിയേറ്ററിൽ ഒരുക്കിയിട്ടുള്ളത്. ഉദ്ഘാടന ദിനം വൈകിട്ട് 6 തുടരും എന്ന സിനിമ സൌജന്യമായി കാണാൻ അവസരമുണ്ട്. ജൂലൈ 4 തിയേറ്റർ സാധാരണ നിലയിൽ പ്രവർത്തനം ആരംഭിക്കുക. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ KSRTCയുടെ ഇലക്ട്രിക് ബസ്സുകളുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നതിന്റെ സാധ്യത പരിശോധിക്കുന്നു. ഇതിന്റെ ഭാഗമായി മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ KSRTC MD പ്രമോദ് ശങ്കർ ഉൾപ്പെടെയുള്ള സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. 6.5 കിലോമീറ്റർ ചുറ്റളവുള്ള പാർക്ക് നടന്നു കാണുന്നതിന് ബുദ്ധിമുട്ടുള്ളവർക്കാണ് ബസ് സേവനങ്ങൾ ഒരുക്കുന്നത്. പാർക്കിനകത്തെ പ്രത്യേക പോയിന്റുകളിൽ ആളുകൾക്ക് ബസ്സിലിറങ്ങാനും കയറാനുമുള്ള സൗകര്യമുണ്ടാകും. ഇതുവഴി ഒരു തവണ ടിക്കറ്റ് എടുക്കുന്ന ഒരാൾക്ക് ബസ്സിൽ കയറി ഓരോ പോയിന്റുകളിലിറങ്ങി കാഴ്ചകൾ ആസ്വദിച്ച് അതേ ടിക്കറ്റ് ഉപയോഗിച്ച് അടുത്ത പോയിന്റിലേക്കും പോകാം. തൃശൂർ നഗരത്തിൽ നിന്നും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് KSRTCയുടെ തുറന്ന വാഹനമെന്ന ആശയവും ചർച്ചയായി. വിദേശത്തു നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും 37 ഇനം പക്ഷികളെയും മൃഗങ്ങളെയും പുത്തൂരിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. വിദേശത്തു നിന്ന് 5 ഘട്ടങ്ങളായി മക്കാവു, കക്കാട്ടു എന്നീ പക്ഷികളെയും അനാക്കോണ്ടയെയും ഇല്ലാൻഡ് വിഭാഗത്തിൽപ്പെട്ട ആഫ്രിക്കൻ മാനിനെയും സീബ്രയെയും ജിറാഫും അടക്കമുള്ള 37 മൃഗങ്ങളെയുമാണ് ഈ വർഷം തന്നെ പുത്തൂരിൽ എത്തിക്കുക. ഇതോടൊപ്പം സഫാരി സൂവിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് TCV. ഇടവേള. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കാഞ്ഞാണി പെരുമ്പുഴ പാടത്ത് ശുചിമുറി മാലിന്യം തള്ളിയ ടാങ്കർ ലോറിയുടെ ദൃശ്യം പകർത്തി ആംബുലൻസ് പ്രവർത്തകർ. മാലിന്യം തള്ളൽ പതിവായിട്ടും അന്തിക്കാട് പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം.
ടാങ്കർ ലോറിയിൽ നിന്ന് ശുചിമുറി മാലിന്യം ഒഴുക്കുന്നത് കണ്ട ഡ്രൈവർ ആംബുലൻസ് തിരിച്ച് ടാങ്കർ ലോറിയുടെ അടുത്തേക്ക് വന്നു. റോഡരികിൽ മാലിന്യം തള്ളുന്ന ലോറിയുടെ ദൃശ്യമെടുക്കുകയായിരുന്നു ലക്ഷ്യം. ആംബുലൻസ് തിരിച്ചു വരുന്നത് കണ്ട് ലോറി പെട്ടെന്ന് മുന്നോട്ടെടുത്ത് തൃശൂർ ഭാഗത്തേക്ക് ഓടിച്ചു പോയെങ്കിലും ആംബുലൻസുമായി ഡ്രൈവർ പിന്തുടർന്നു. 3 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് ടാങ്കർ ലോറിയുടെ വ്യക്തമായ ദൃശ്യങ്ങൾ നമ്പർ സഹിതം ആംബുലൻസിലെ ഗാർഡ് മൊബൈലിൽ പകർത്തി. വിവരമറിഞ്ഞ് പൊതുപ്രവർത്തകനായ MV അരുൺ, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, വാർഡംഗങ്ങളായ CP പോൾ, സുനിത ബാബു, ഹെൽത്ത് ഇൻസ്പെക്ടർ കവിത തുടങ്ങിയവർ സ്ഥലത്തെത്തി. പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെ തൃശൂർ റേഞ്ച് ഐജിക്ക് പരാതി നൽകുമെന്ന് പൊതുപ്രവർത്തകനായ MV അരുൺ പറഞ്ഞു. പെരുമ്പുഴ പാടത്തേക്ക് നിരന്തരം ഇത്തരത്തിൽ സെപ്റ്റിക് മാലിന്യം തള്ളാറുണ്ട്. സെക്രട്ടറി രേഖാമൂലം കത്ത് തന്നെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നാണ് അന്തിക്കാട് CI പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി ഇന്നലെ രേഖാമൂലം CIക്ക് നടപടി കൊടുത്തിട്ട് അതിന്റെ പിറ്റേ ദിവസമാണ് ഇത്തരത്തിലുള്ള സെപ്റ്റിക് മാലിന്യം മണലൂർ കോൾപ്പടവിലേക്ക് തള്ളിയത്. പെരുമ്പുഴ വഴി സംസ്ഥാന പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് പലപ്പോഴും മൂക്കുപൊത്തേണ്ട അവസ്ഥയാണ്. പുലർച്ചെ ശുചിമുറി മാലിന്യങ്ങളുമായി എത്തുന്ന ടാങ്കർ ലോറികൾ ഇവ പാടശേഖരത്തിൽ നിക്ഷേപിക്കുകയാണ് പതിവ്. പോലീസിൽ നിരവധി തവണ പരാതി നൽകിയിട്ടും കാര്യമുണ്ടായില്ല. അന്വേഷണം നടത്താനോ വേണ്ടവിധം പട്രോളിംഗ് നടത്താനോ പോലീസ് തയ്യാറാകുന്നില്ല എന്നാണ് പരാതി. എല്ലാ ദിവസവും ഒരു നേരത്ത് ഇങ്ങനെ വന്ന് മാലിന്യം തള്ളുന്നത് നമുക്ക് പിടിക്കാൻ കഴിയാത്തത് നമ്മുടെ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ അന്തിക്കാട് പോലീസിൻ്റെയും കൂടി ഒരു കുറവായിട്ടാണ് കാണുന്നത്. ഇവിടെ പെട്രോളിംഗ് ഇല്ല എന്നതാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഏറ്റവും വലിയ പരാതിയായിട്ട് വരുന്നത്. അപ്പോൾ ശക്തമായിട്ടുള്ള പെട്രോളിങ്ങിലൂടെ ഇങ്ങനെയുള്ള ഈ ഭവിഷ്യത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാക്കണമെന്നും പോലീസിന്റെ പെട്രോളിംഗ് ശക്തമാക്കേണ്ടത് ഇതിന്റെ ആവശ്യമാണെന്നുള്ളതും കൂടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. TCV ന്യൂസ്, തൃശൂർ. യാത്രാ ദുരിതം പേറി വിദ്യാർത്ഥികളും പ്രദേശവാസികളും വലയുന്നു. കടവല്ലൂർ പഞ്ചായത്തിലെ തിപ്പിലശ്ശേരി കോടതിപ്പടി മുല്ലപ്പള്ളിക്കുന്ന് റോഡിലെ കുഴികളും വെള്ളക്കെട്ടുമാണ് യാത്രക്കാരെ വലയ്ക്കുന്നത്. തിപ്പിലിശ്ശേരി സെന്ററിന് സമീപം റോഡ് തുടങ്ങുന്നിടത്ത് വലിയ വെള്ളക്കെട്ടാണുള്ളത്. ശക്തമായ മഴയുള്ള സമയത്ത് ALP സ്കൂളിലേക്കുള്ള കുട്ടികൾ മുട്ടോളം വെള്ളത്തിലൂടെ പോകേണ്ട അവസ്ഥയാണ്. പള്ളിക്കുളം വരെ 2 കിലോമീറ്ററോളം ഇതേ സ്ഥിതിയാണ്. തൊട്ടടുത്തുള്ള കോടതിപ്പടി മുല്ലപ്പള്ളിക്കുന്ന് റോഡും തകർന്നു. അക്കിക്കാവ് കടങ്ങോട് എരുമപ്പെട്ടി റോഡ് പുതുക്കി പണിതപ്പോൾ ആവശ്യത്തിന് കാനകൾ നിർമ്മിക്കാത്തതിനാൽ ഈ ഭാഗത്തുള്ള വെള്ളം മുഴുവൻ ഒഴുകിയെത്തുന്നത് കോടതിപ്പടി റോഡിലേക്കാണ്. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ കുഴിച്ച ശേഷം റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതുകൊണ്ടുള്ള കുഴികൾ വേറെയും. റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മാസങ്ങൾക്ക് മുൻപ് പ്രതിഷേധങ്ങൾ ഉണ്ടായെങ്കിലും ഫലമുണ്ടായില്ല. മഴക്കാലം തുടങ്ങിയ സാഹചര്യത്തിൽ ഈ റോഡുകൾ പുതുക്കിപ്പണിയാൻ ഇനിയും മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അതുവരെ നാട്ടുകാരുടെ യാത്രാ ദുരിതം തുടരും. TCV, കുന്നംകുളം. പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. 2 ഇഞ്ച് വീതമാണ് കൂടുതൽ ഉയർത്തിയത്. ഇന്നലെ 4 ഷട്ടറുകളും 1 ഇഞ്ച് വീതം ഉയർത്തിയിരുന്നു. ഇതോടെ 4 ഷട്ടറുകളും 3 ഇഞ്ച് വീതം തുറന്നിട്ടുണ്ട്. കാഴ്ചയുടെ വിരുന്നൊരുക്കി കോടശ്ശേരി മുട്ടത്തുകുളങ്ങര വെള്ളച്ചാട്ടം. പ്രകൃതിയുടെ മനോഹര കാഴ്ച ആസ്വദിക്കാൻ നിരവധി പേരാണ് ഇവിടേക്കെത്തുന്നത്. മലയോരത്തെ മഴക്കാഴ്ചകൾക്ക് നിറച്ചാർത്തു പകർന്ന് പതഞ്ഞൊഴുകുന്ന ചെറുവെള്ളച്ചാട്ടം സഞ്ചാരികളുടെ മനം കവരുകയാണ്. മഴമേഘങ്ങൾക്ക് കീഴെ പച്ചപുതച്ചുറങ്ങുന്ന കോടശ്ശേരി മലയുടെ താഴ്വാരത്തുള്ള മുട്ടത്തുകുളങ്ങരയിലാണ് ചെറുവെള്ളച്ചാട്ടം കാഴ്ചക്കാരിൽ കുളിരുള്ള അനുഭൂതി നിറയ്ക്കുന്നത്. പാറക്കെട്ടിലൂടെ വെള്ളിച്ചില്ല് വിതറി പതഞ്ഞൊഴുകുന്ന കാട്ടരുവിയാണ് ഇവിടെ വശ്യമനോഹാരിത തീർക്കുന്നത്. കോടശ്ശേരി മലയിലെ നാഗത്താൻ പാറയ്ക്ക് സമീപത്തു നിന്ന് ഉത്ഭവിക്കുന്ന നീരുറവയാണ് താഴ്വാരത്തെ റബ്ബർ തോട്ടത്തിലുള്ള പാറക്കെട്ടിലൂടെ പതഞ്ഞൊഴുകി ദൃശ്യവിരുന്നായി മാറുന്നത്. മഴക്കാലത്ത് മാത്രം ശക്തിപ്പെടുകയും മഴ ദുർബലമാകുമ്പോൾ നേർത്തില്ലാതാവുകയും ചെയ്യുന്നതാണ് ഈ ചെറുവെള്ളച്ചാട്ടം. പരിസരത്ത് മരങ്ങളും വള്ളിപ്പടർപ്പുകളും വളർന്നു നിൽക്കുന്നതിനാൽ ഹരിതാപമാണ് ഇവിടം. വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ദൂരദിക്കുകളിൽ നിന്നുള്ളവരടക്കം നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട്. TCV ന്യൂസ്, കൊടകര. കൊരട്ടിക്കരയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് മധ്യവയസ്കൻ മരിച്ചു. പെരുമ്പിലാവ് പാതാക്കര കിഴക്കേപ്പാട്ട് വീട്ടിൽ 62 വയസ്സുള്ള ശശിധരനാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ കൊരട്ടിക്കര ഐഫോ ഫർണിച്ചർ ഷോറൂമിന് മുന്നിൽ വെച്ചാണ് അപകടം. പോക്കറ്റ് റോഡിൽ നിന്നും ഹൈവേയിലേക്ക് പ്രവേശിച്ച ശശിധരന്റെ ബൈക്കിൽ ചങ്ങരംകുളം ഭാഗത്തുനിന്ന് വന്ന കാർ ഇടിക്കുകയായിരുന്നു. തെറിച്ചുവീണ ശശിധരനെ കാർ യാത്രക്കാർ തന്നെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. മലപ്പുറം കരുവാരക്കുണ്ടിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2.5 വയസ്സുകാരൻ മരിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പുടിക്കാത്തൊടിയിൽ മുജീബ് മുസ്ലിയാരുടെ മകൻ 2.5 വയസ്സുള്ള നഫ്ലാനാണ് മരിച്ചത്. നഫ്ലാന്റെ മാതാപിതാക്കളായ മുജീബ് മുസ്ലിയാർ, ഭാര്യ സഫിയ എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്.
കുടുംബം സഞ്ചരിച്ച സ്കൂട്ടറിൽ എതിർദിശയിൽ നിന്ന് വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നഫ്ലാൻ മരിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ മുജീബ് മുസ്ലിയാരെയും ഭാര്യ സഫിയയെയും വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കനത്ത മഴയിൽ പഴയന്നൂർ തെക്കേത്തറയിൽ വീട് തകർന്നു. ചാമക്കുന്ന് വീട്ടിൽ ചിന്നയുടെ വീടാണ് തകർന്നത്. 40 വർഷത്തിലേറെ പഴക്കമുള്ള ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂര വലിയ ശബ്ദത്തിൽ നിലംപൊത്തുകയായിരുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളിയായ ഭാര്യയുടെ മകനുമാണ് വീട്ടിലുണ്ടായിരുന്നത്. മകന്റെ ഭാര്യയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയതിനാൽ ആർക്കും പരിക്കില്ല. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KP ശ്രീജയൻ സംഭവസ്ഥലം സന്ദർശിച്ചു. ഗുരുവായൂർ തൊഴിയൂരിൽ മാരക മയക്കുമരുന്നായ MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 40 ഗ്രാം MDMA എക്സൈസ് സംഘം പിടികൂടി. തൊഴിയൂർ പൊട്ടത്തയിൽ മുബഷിറിനെയാണ് ചാവക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ CJ റിൻഡോയും സംഘവും അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം കണ്ടെത്തുന്നതിനായി പട്രോളിംഗ് നടത്തുന്നതിനിടെ എക്സൈസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലാകുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ചെറിയ ബാഗിൽ സൂക്ഷിച്ചിരുന്ന MDMA കണ്ടെത്തിയത്. ഇയാൾക്കെതിരെ നേരത്തെയും സമാന കേസുകൾ ഉണ്ടെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കന്നുകാലി കച്ചവടത്തിന് മറവിൽ പാലക്കാട് നിന്നാണ് ഇയാൾ MDMA എത്തിച്ചിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചേക്കാവുന്ന കുറ്റമാണിതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ CJ റിൻഡോ പറഞ്ഞു. പല ജില്ലകളിൽ നിന്നായിട്ട് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്ന ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മറവിലാണ് MDMA പോലുള്ള മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ കടത്തിക്കൊണ്ടിരുന്നതും വിൽപ്പന നടത്തുകയും ചെയ്യുന്നത്. 40 ഗ്രാം MDMA കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ 20 വർഷത്തോളം തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഗൗരവകരമായിട്ടുള്ള ഒരു കുറ്റമാണിത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KR രാമകൃഷ്ണൻ, പ്രിവന്റീവ് ഓഫീസർമാരായ CK ബാഷ്പജൻ, TR സുനിൽ, KA അബ്ദുൾ റഫീഖ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. പന്നിത്തടം സെന്ററിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഒരേ സമയം 1ൽ കൂടുതൽ അപകടങ്ങളാണ് സംഭവിച്ചത്. വാഹനങ്ങൾ കൂട്ടിയിടിച്ചതിനെ തുടർന്നുണ്ടായ തർക്കം തീർക്കാൻ പോലീസ് എത്തി സംസാരിക്കുന്ന സമയത്താണ് കാറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് വീണ്ടും അപകടമുണ്ടായത്. അപകടങ്ങളിൽ ആർക്കും പരിക്കില്ല. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായതോടെയാണ് അപകടങ്ങൾ നിത്യസംഭവമായി മാറിയത്. സൗരോർജ്ജ രംഗത്ത് അഭൂതപൂർവമായ വളർച്ചയാണ് കേരളം കൈവരിച്ചതെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ തെരുവുവിളക്ക് പ്രഖ്യാപന ചടങ്ങിന്റെ ഉദ്ഘാടനം പാറളം ഗ്രാമപഞ്ചായത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പാറളം പഞ്ചായത്തിലെ മുഴുവൻ PWD റോഡുകളിലും പഞ്ചായത്ത് റോഡുകളിലും വെളിച്ച വിപ്ലവം സൃഷ്ടിക്കാൻ സാധിച്ചിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് P പോൾ, K പ്രമോദ്, വിദ്യാനന്ദൻ, KECB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ H സാദിഖ് എന്നിവർ സംസാരിച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചെമ്പൂക്കാവ് എഴുത്തച്ഛൻ സമാജം ഹാളിൽ നടന്ന കൺവെൻഷൻ ഭരണഘടനാ വിദഗ്ധൻ ഡോക്ടർ G മോഹൻ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സമാജം ജില്ലാ പ്രസിഡന്റ് KK ജയറാം അധ്യക്ഷത വഹിച്ചു. സമാജം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR സുരേഷ് മുഖ്യപ്രഭാഷണവും സംസ്ഥാന ജനറൽ സെക്രട്ടറി VA രവീന്ദ്രൻ സമരപ്രഖ്യാപനവും നടത്തി. ജില്ലാ സെക്രട്ടറി ജയകൃഷ്ണൻ T മേപ്പിള്ളി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ TB വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഭാഷയിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ശ്രീ രവീന്ദ്രൻ, ഇന്ന് നമ്മുടെ ഒറ്റക്കെട്ടായി കൊണ്ടുവന്നതിന്റെ വലിയൊരു പ്രവർത്തനം. കടവല്ലൂർ പഞ്ചായത്തിലെ കരിക്കാട് വിഷ്ണു ക്ഷേത്രം റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി പ്രതിഷേധം നടത്തി. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് ജനകീയ സമിതി രംഗത്തിറങ്ങിയത്. അവഗണന തുടരുന്ന പശ്ചാത്തലത്തിൽ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റോഡിൽ നിൽപ്പ് സമരം നടത്തി. പ്രതീഷ് കരിക്കാട്, അനിലൻ, ഷാജി, അജയ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി.
പാർക്കിൻസൺസ് അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഗൃഹനാഥൻ ചികിത്സാ സഹായം തേടുന്നു. ശരീരമാസകലം നിർത്താതെയുള്ള വിറയൽ, രോഗം മൂലം കാലുകളുടെ സ്വാധീനവും കുറഞ്ഞു. പരസഹായമില്ലാതെ ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. വല്ലച്ചിറ കടലാശ്ശേരി സ്വദേശി വടക്കൂട്ട് വീട്ടിൽ 57 വയസ്സുള്ള VT ദാസന്റെ നിലവിലെ അവസ്ഥയാണിത്. 2021 ഓട്ടോറിക്ഷ ഡ്രൈവറായ ദാസന് പാർക്കിൻസൺസ് രോഗബാധിതനാകുന്നത്. കഴിഞ്ഞ വർഷം നവംബറോടെ അസുഖം മൂർച്ഛിച്ച് ജോലി ചെയ്യാനാകാതെയുമായി. ഇതോടെ ഉപജീവന മാർഗവും നിലച്ചു. പോളിയോ ബാധിതയടക്കം രോഗബാധിതരും അവിവാഹിതരുമായ 2 സഹോദരിമാരും ഭാര്യയും 2 വിദ്യാർത്ഥികളായ മക്കളുമടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ദാസൻ. നിലവിൽ ഭാര്യ താര കടയിൽ ജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം മാത്രമാണ് ഈ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നത്. തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലുള്ള ദാസന് തലയിൽ ശസ്ത്രക്രിയയാണ് അസുഖത്തിന് പരിഹാരമായി ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന് 17,50,000 രൂപ ചെലവ് വരും. നിത്യജീവിതം പോലും പ്രതിസന്ധിയിലായ ഈ നിർധന കുടുംബത്തിന് ഇത്ര വലിയ തുക കണ്ടെത്താനാകാതെ വിഷമവൃത്തിയിലാണ്. ഇപ്പം മരുന്നിലാണ് ആള് കൺട്രോൾ ചെയ്തു പോകുന്നത്. 3 മണിക്കൂർ ഇടവിട്ട് മരുന്ന് കഴിക്കണം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DBS എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്പറേഷൻ ഉണ്ട്. ഇതിന് ശാശ്വത പരിഹാരം അത് മാത്രമേ ഉള്ളൂ. അത് ചെയ്താൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് മാറുള്ളൂ. മരുന്ന് കൊണ്ട് നിൽക്കില്ല. ഇനി മരുന്ന് കൺട്രോൾ പോയി കഴിഞ്ഞു. ഇനി ആ ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 18 ലക്ഷം രൂപ ഏകദേശം ചിലവാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സ്വരൂപിച്ചാൽ നിങ്ങൾ എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൾക്ക് തീരെ പറ്റാത്ത കണ്ടീഷനാണ്. നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. KK രാമചന്ദ്രൻ MLA രക്ഷാധികാരിയും വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് ചെയർമാനും വാർഡംഗം TK ശങ്കരനാരായണൻ കൺവീനറും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NT സജീവൻ ട്രഷററുമായി ദാസൻ VT ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. വടക്കൂട്ട് വീട്ടിൽ ദാസൻ പാർക്കിൻസോണിസം അസുഖത്തെ തുടർന്ന് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. സുമനസ്സുകളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ നല്ലവരായിട്ടുള്ള നാട്ടുകാരും നല്ല രീതിയിൽ സഹായിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഉദാരമതികൾക്ക് 4391184875 എന്ന നമ്പറിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വല്ലച്ചിറ ശാഖയിൽ ആരംഭിച്ച അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,930 രൂപ, പവന് 71,440 രൂപ, വെള്ളി ഗ്രാമിന് 118 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4,447 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചിട്ട സംഭവത്തിൽ ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന പോലീസ്. മറ്റൊരു കുട്ടി പ്രസവത്തോടെ മരിച്ചുവെന്നും അമ്മയുടെ മൊഴി. അവിവാഹിതരായ യുവാവും യുവതിയും കസ്റ്റഡിയിൽ. പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറിയത് നാടകീയ സംഭവങ്ങൾ. നവജാത ശിശുക്കളുടെ അസ്ഥിയുമായി യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തിയത് മദ്യലഹരിയിൽ. ശാസ്ത്രീയ രീതിയിൽ അന്വേഷണം തുടർന്ന് പോലീസ്. സ്കൂളുകളിൽ സുംബ ഡാൻസ് വേണ്ട എന്ന് പറയുന്ന മതപണ്ഡിതന്മാർക്ക് മുന്നിൽ നാട് വഴക്കില്ലെന്ന് സ്പീക്കർ A.N. ഷംസീർ. സുംബയല്ല പ്രശ്നമെന്നും വിദ്യാർത്ഥികൾക്കിടയിൽ മയക്കുമരുന്നിനെതിരെ പോരാടുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി K. രാജൻ. തൃശൂർ മെഡിക്കൽ കോളേജിലും ചികിത്സാ പ്രതിസന്ധി. പല വിഭാഗങ്ങളിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ല. രോഗികൾ വലയുന്നു. കുന്നംകുളത്ത് ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ ആക്രമിച്ചു. ആക്രമണം വൺവേ തെറ്റിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് സംഭവത്തിൽ കാർ ഡ്രൈവർ അറസ്റ്റിൽ. കേസന്വേഷണത്തിന് പോയ അന്തിക്കാട് പോലീസിന്റെ വാഹനം നടുറോഡിൽ പണിമുടക്കി. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളിൽ അന്വേഷണത്തിന് പോകുന്നതിൽ പോലീസിന് അതൃപ്തി. ആധുനികവൽക്കരിച്ച തൃശൂർ കൈരളീശ്വര തിയേറ്റർ ഉദ്ഘാടനത്തിനായി ഒരുങ്ങി. ചൊവ്വാഴ്ച മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും. തിയേറ്റർ നവീകരിച്ചത് 16 കോടി രൂപ ചിലവഴിച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.